അവൻ എവിടെ? എന്തിനാ ഇവിടെ വന്നത്? അവൻ എന്താ എന്റെ വീട്ടിൽ കാര്യം? വിളിക്കണോ അവനെ? വിളിക്കണോ അവനെ? എന്തിനാടോ വെറുതെ തൊണ്ട കയറുന്നത്? എന്നെയല്ലേ നിനക്ക് കാണേണ്ടത്? എന്താടാ നിനക്ക് എന്താടാ വേണ്ടത്? ആരോട് ചോദിച്ചിട്ടാണ് നീ വീടിന്റെ പടി ചവിട്ടിയത്? ഇറങ്ങണ ഇറങ്ങണ നായ പുറത്ത്. കുമാര പുറത്തിറങ്ങിക്കോളൂ. ഇറങ്ങിട്ട വാനടിച്ചോളൂ. ആ ഇറങ്ങിക്കോളൂ. പുറത്തുണ്ടാവും. അവിടെ ആരാ ഉള്ളത്? പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാനടിച്ചോളൂ. ഇത് ഞങ്ങൾ കുടുംബക്കാരുടെ മാത്രം ഒരു കാര്യം. കുടുംബക്കാരൻ? ആരാ കുടുംബക്കാരൻ? നീയോ? നീ പ്രതികാരം നടത്തിയതിന്റെ സുഖത്തിലല്ലടാ. നീ കോടതി മുറിയിൽ വെച്ച് ചിത്രവധം ചെയ്തതിന്റെ വേദന സഹിക്കാൻ പറ്റാതല്ലടാ ഞങ്ങളുടെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിച്ചത്. പൊട്ടി നാടാങ്കളി നിർത്താറായില്ലടാ. നീ ഇവിടെ കണ്ടോ ഈ കുഞ്ഞനിയത്തിയെ? ഏട്ടാന്ന് പറഞ്ഞ് നിന്റെ പുറകെ തൂങ്ങി നടക്കുന്ന ഈ കുട്ടിയെ സ്വന്തം അച്ഛനെ നീ മാറോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് സാക്ഷ്യം നിൽക്കേണ്ടി വന്നതിന് പകപ്പ് മാറാൻ നിൽക്കുന്ന ഇവിടെ കണ്ടോ? ഇന്ദ്രാണി അമ്മയുടെ ജാരസന്തതിയെ പ്രഥമപുത്രനായി യുവരാജാവായി വാഴിച്ച് എല്ലാ പിറപ്പുകേടിനും കുട പിടിച്ചു തന്ന കുഞ്ഞമ്പൂ നായരെ നീ കൊന്നു നടന്ന ഈ പിള്ളേര് പേടി കൊണ്ട് വിളിപ്പിച്ചാ തന്നെ. നീ എന്ന വെറി പിടിച്ച മൃഗത്തിന്റെ ഒപ്പം ഒരു കൂരക്കീഴിൽ രാത്രി പുലർത്താനുള്ള പേടിയുണ്ട്. നാരായണ, ഗിരി എന്ത് ചെയ്തു? കുഞ്ഞമ്പൂ നായർക്ക് പിഴച്ചുപോയി ഇന്ദ്രാണിയമ്മേ. പാമ്പിനെ വളർക്ക് ശത്രു സംഹാരത്തിനാണെങ്കിലും അവൻ തിരിഞ്ഞു കൊത്തി. എന്താ 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 നീ പറഞ്ഞുണ്ടാക്കുന്നത്? എന്നെ എന്റെ കൂടപ്പിറപ്പുകളെ തമ്മിലടിപ്പിക്കാന്? ആരെന്ത് കണ്ടുന്ന്? ഇരുട്ടിലും മറവിലും കൊടിയ പാപങ്ങൾ ചെയ്യുന്ന ആരും ഓർക്കാറില്ല ഒരു കിളിവാതിലൂടെ എല്ലാം നോക്കിക്കാണുന്ന ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെക്കുറിച്ച്. നീ ചെയ്ത നരഹത്യ ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെയാണ്. നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനിക്കും. ഇറങ്ങിപ്പോണം ഈ രാത്രിയില്. ഇനി ഇവിടെ പുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പേടിയാണ്. എന്ത് ചെയ്യാൻ മടിക്കില്ല. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കുന്നത് ഇനി ആ നാണക്കേട് കൂടി കുടുംബത്തിന് വേണ്ടാന്ന് കരുതിയാണ്. ആയുധം എടുക്കരുതെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഇവിടെ കണ്ട അനുസരണക്കേട് കാട്ടേണ്ടി വരും ഞങ്ങൾക്ക്. അർഹിക്കുന്നു